കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൾഫ് നാടുകളിലൊക്കെ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഷോപ്പാണ് ബി ലെബൻ. അവിടെ കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്താഷ്യോ കൊശരിയാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് പണിയുണ്ട് കേട്ടോ, കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ട്, എങ്കിൽ പോലും നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടുന്ന് ഞാൻ വാങ്ങിയ പിസ്താഷ്യോ കൊശരിയാണ് കേട്ടോ. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ കിട്ടിയ ഈ ഒരു പിസ്താഷ്യോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, അതുകൊണ്ടാണ് പിസ്താഷ്യോ കൊശരി കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ഇത് ഒരു കഷ്തൂത്ത എന്ന് പറയും. അങ്ങനെ പലതരം വെറൈറ്റി സ്വീറ്റ്സ് അവിടെ നമുക്ക് കിട്ടും, എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിസ്താഷ്യോ കൊശരിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് ബസ്മതി റൈസ് ഞാൻ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ബസ്മതിക്ക് പകരം ജീരകശാല റൈസ് വെച്ചിട്ടും ചെയ്യാം. അവർ ഏത് റൈസാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ ഒരു റൈസ് വെച്ചിട്ടാണ് ചെയ്തത്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബസ്മതി റൈസ് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഞാനിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ബസ്മതി റൈസ് കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. വെള്ളം കളഞ്ഞതിന് ശേഷം ഞാൻ ഈ റൈസ് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുമല്ലോ, അതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ഈ അരി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇത് വേവിക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ റൈസ് നല്ലതുപോലെ തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് റൈസ് ഇപ്പോൾ നല്ലതുപോലെ വെന്ത് അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതങ്ങ് ഉടച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് പാല് ചേർക്കാം. പാല് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പാലിൽ കിടന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇത് നന്നായിട്ട് വെന്ത് വരണം. ചേർത്തിരിക്കുന്ന പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി റൈസ് അതിൽ കിടന്ന് ഒന്നുകൂടി നന്നായിട്ട് വേവണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൈസിലെ പാലൊക്കെ കുറേ അങ്ങ് വറ്റിയത് കണ്ടില്ലേ, നല്ല തിക്കായി മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് വരെ ക്രീം ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ കുക്കിംഗ് ക്രീമാണ്, നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അത് ഞാനൊരു 1/4 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഞാൻ ചെറിയ മധുരത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്താൽ മതി കേട്ടോ. ബട്ടർ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്കൊരു 2 നുള്ളി ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത്യാവശ്യം നല്ല തിക്കായി മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂട് കുറഞ്ഞ റൂം ടെമ്പറേച്ചറിലാവുമ്പോഴേക്കും ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇത്രയും മതി കേട്ടോ, ഈ ഒരു തിക്നെസ് മതി നമുക്ക്. ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മുടെ റൈസ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പിസ്തയാണ്. ഞാനിവിടെ ഏകദേശം 1 കപ്പിലും കുറച്ച് കുറവായിട്ട് ഏകദേശം 1 കപ്പ് തന്നെ ഉണ്ടാവും, അത്രയും അളവിൽ പിസ്ത എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് അരക്കാൻ ആവശ്യമായിട്ട് കുറച്ച് പാല്, അത് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ പാലൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ പാല് മതിയാവാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി പാല് ചേർത്തിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 1.5 കപ്പ് വരെ പാല് ചേർത്തിട്ടാണ് ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്തയുടെ ഈ ഒരു പേസ്റ്റ് ഇവിടെ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പും പിന്നെ ഒരു 1/4 കപ്പിൻ്റെ പകുതിയോളവും അത്രയും പാല് ചേർക്കുക. 1/4 കപ്പും പിന്നെ 1/4 കപ്പിൻ്റെ പകുതി കേട്ടോ പാല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ ചോക്ലേറ്റ് ബാർ കട്ട് ചെയ്തിട്ട് ചേർത്താലും മതി. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക.
നന്നായിട്ട് മെൽറ്റാവണം, നല്ല മുഴുവനായിട്ടും മെൽറ്റാക്കി എടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ മെൽറ്റ് ചെയ്ത ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് നമ്മുടെ പിസ്ത സോസിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ചേർത്തത്. പിസ്തയുടെ സോസിന് ചൂടില്ലല്ലോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കൂടുതൽ ചൂടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്ത സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുമ്പോഴേക്കും കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും. അതുകൊണ്ട് ഈ ഒരു ലൂസിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ് ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നന്നായിട്ട് തണുപ്പിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. പിന്നെ നമുക്ക് സാധാരണയായിട്ട് ബക്ലാവ ഷീറ്റാണ് ഇതിന് വേണ്ടത്. ഞാനിവിടെ ബക്ലാവ ഷീറ്റിന് പകരം പഫ് പേസ്ട്രി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പഫ് ഷീറ്റ് വെച്ചിട്ട് ഇതൊന്ന് ഞാൻ ബേക്ക് ചെയ്ത് നല്ല ക്രിസ്പിയാക്കി എടുക്കാൻ പോവാണ്. ഒരു 3 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട്, ഈ ഒരു സംഭവം നിർബന്ധമൊന്നുമില്ല. അതല്ലെങ്കിൽ നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന പഫ് പേസ്ട്രി ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് പൊടിച്ച് ചേർത്താലും മതി. ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്ത് നല്ല ക്രിസ്പിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ക്രിസ്പി ആയിരിക്കുന്ന ആ ഭാഗമൊക്കെ നമുക്കൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ആ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്, ക്രിസ്പി ആയിട്ടുള്ള ഭാഗം. അപ്പോൾ ബേക്ക് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. ആ ഭാഗമൊക്കെ നമുക്കങ്ങ് കളഞ്ഞെടുത്താൽ മതി. അതിനുശേഷം ഞാനിതൊരു ബൗളിലോട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ്. ഇതും നമ്മുടെ ഈ ഒരു പിസ്താഷ്യോ കൊഷാരിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ പൊടിച്ച് മാറ്റി വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ബക്ലാവ ഷീറ്റാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഞാൻ അതില്ലാത്തതുകൊണ്ട് പഫ് പേസ്ട്രി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുനാഫ ഡോ ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചത്, ഏകദേശം ഒരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ കുനാഫ ഡോ. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ബട്ടറും ചേർത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി ക്രിസ്പിയാക്കി എടുക്കുക. നല്ല ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇതും നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒന്നുകൂടി ഈസിയാണ്. അപ്പോൾ ഇതാ ബട്ടറിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കുറച്ച് സമയം കൊണ്ട് നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഇത് 100 ഗ്രാം ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുക്കിംഗ് ക്രീമും കൂടി ചേർക്കാം. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം മാത്രമായിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കിംഗ് ക്രീമും ഫ്രഷ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കാം. അതും ഒരു 1/3 കപ്പ് വരെ ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വെക്കുക. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ട് ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു കുറച്ച് ആഴമുള്ള കുറച്ച് കുഴിയുള്ള ബൗൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഫസ്റ്റ് ഇതുപോലെ നമ്മുടെ മിൽക്ക് പുഡിങ് വെച്ച് കൊടുക്കുക. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പകുതിയാണ് കേട്ടോ ഈ ഒരു ബൗളിൽ സെറ്റ് ചെയ്യുന്നത്. പകുതിയിലും കുറവായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു 3 ബൗളിൽ ഞാനിത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം റൈസ് പുഡിങ് വെച്ചതിന് ശേഷം മുകളിൽ നമ്മുടെ കുനാഫ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന നമ്മുടെ ക്രീം ഉണ്ടല്ലോ അത് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മുകളിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ച എല്ലാ സാധനങ്ങളും ഏകദേശം ഒരു പകുതിയിലും കുറവായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബൗളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പഫ് പേസ്ട്രി ഉണ്ടല്ലോ അത് പൊടിച്ചതും കൂടി ഇതിലേക്ക് മുകളിൽ ക്രീമിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പിസ്ത സോസ് നല്ലോണം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു സോസിലാണ് ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കളറുണ്ടാവും, കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. ഞാനിതിൽ കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡായി മാറിയിരിക്കുന്നത്. അപ്പോൾ പിസ്ത സോസ് നല്ലതുപോലെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമുക്ക് പിസ്ത വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യാൻ മാത്രമല്ല ഈ ഒരു പിസ്തയും കൂടി കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതും അത്യാവശ്യം നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് എത്ര തണുപ്പ് വേണം അതിനനുസരിച്ച് വെച്ചാൽ മതി. ചെറിയ തണുപ്പ് മതിയെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ആ കാണിച്ച ബൗൾ കൂടാതെ ഇതുപോലെ 2 പാത്രത്തിലും കൂടി ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഇത്രയും ആ ഒരു മെഷർമെൻറ്റിൽ ഇത്രയും അധികം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും ലാഭം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്കിത് വീട്ടിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു 4-5 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പിസ്താഷ്യോ കൊശരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബി ലെബനിൽ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഞാനുണ്ടാക്കിയ ഈ ഒരു ഡെസേർട്ട് കുറച്ച് മധുരം കുറവായിരുന്നു. ഞാൻ ചെറിയ മധുരം മാത്രമേ എല്ലാത്തിനും ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതേപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അത്രയും കളർഫുള്ളല്ല, ഞാൻ കളറ് ചേർത്തിട്ടില്ല. അപ്പോൾ കളറ് ചേർത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you.